നിങ്ങൾക്ക് ഏതൊക്കെ നമ്പേഴ്സാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് മനസ്സിലായോ? ഇല്ലെങ്കിൽ നമുക്ക് ജർമ്മൻ നമ്പേഴ്സ് പഠിച്ചാലോ? 10ാം ക്ലാസ്സിലെ മാത്സ് ടെസ്റ്റിന് മുട്ട വാങ്ങിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? സോ ജർമ്മനിൽ ഈ നമ്പറിന്, അതായത് 0-ന് നമ്മൾ നുൾ എന്നാണ് പറയുന്നത്. ബേസിക് ഡിജിറ്റ്സ് ആയിട്ടുള്ള 1 തൊട്ട് 10 വരെ എങ്ങനെയാണ് ജർമ്മനിൽ പറയുന്നത് നമുക്ക് നോക്കാം. 1-ന് 1 എന്നാണ് പറയുന്നത്, 2-ന് 2, 3, 4, 5, 6, 7, 8, 9, 10. ഇനി 11 തൊട്ട് 20 വരെയുള്ള നമ്പേഴ്സ് എങ്ങനെയാണ് പറയുന്നതെന്ന് കൂടി നമുക്ക് നോക്കാം. 11-ന് 11, 12, 12, 13, 14, 15, 16, 17, 18, 19, 20. 11ഉം 12ഉം, അതായത് 11ഉം 12ഉം നമ്മൾ കാണാതെ പഠിക്കേണ്ടി വരും. പക്ഷേ 13 തൊട്ട് 19 വരെയുള്ള നമ്പേഴ്സ് ഓർത്തിരിക്കാനായിട്ട് ഒരു ചെറിയ ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. 13-ന് നമ്മൾ ജർമ്മനിൽ പറയുന്നത് 13 എന്നാണ്, അതായത് 3 and 10, 13. 14-ന് നമ്മൾ പറയുന്നത് 4 and 10, 14 എന്നാണ്. ഇതേ റൂള് തന്നെ നമുക്ക് 19 വരെയുള്ള എല്ലാ നമ്പേഴ്സിനും യൂസ് ചെയ്യാം. 2 നമ്പേഴ്സിന് മാത്രം ഒരു എക്സെപ്ഷൻ ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. 1 16, അവിടെ നമ്മൾ 16 എന്നാണ് പറയുന്നത്, 16, അതായത് 6 എന്നുള്ള നമ്പറിൻ്റെ എസ് മാറ്റിയിട്ടാണ് നമ്മൾ 16 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 17, സീബൻ എന്നുള്ളതിൻ്റെ EN റിമൂവ് ചെയ്തിട്ട് 17 എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ 2 എക്സെപ്ഷൻസ് മാറ്റിയാൽ 13 തൊട്ട് 19 വരെയുള്ള എല്ലാ നമ്പേഴ്സിനും നമുക്ക് ഈ ട്രിക്ക് യൂസ് ചെയ്യാം. ഇനി നമുക്ക് 10ൻ്റെ മൾട്ടിപ്പിൾസ് നോക്കാം. 20-ന് നമ്മൾ 20 എന്നാണ് പറയുന്നത്, നമ്മൾ ഓൾറെഡി പഠിച്ചു. 30-ന് നമ്മൾ പറയുന്നത് 30 എന്നാണ്. 40-ന് 40 എന്നും 50-ന് 50 എന്നുമാണ് പറയുന്നത്. 60-ന് നമ്മൾ പറയുന്നത് 60 എന്നാണ്. നമ്മൾ നേരത്തെ 16, അതായത് 16 പഠിച്ചപ്പോൾ പഠിച്ചായിരുന്നു 6ൻ്റെ എസ് ഡ്രോപ്പ് ചെയ്തിട്ടാണ് എൻഡിങ് ആഡ് ചെയ്യുന്നതെന്ന്. അതുപോലെ തന്നെയാണ് ഇവിടെയും 60. 70-യുടെ കേസിൽ, 70-ൻ്റെ കേസിൽ നമ്മൾ സീബൻ്റെ EN റിമൂവ് ചെയ്തിട്ടാണ് ചിക്ക് എന്നുള്ള എൻഡിങ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ 70-ക്ക് നമ്മൾ പറയുന്നത് 70 എന്നാണ്. 80-ന് നമ്മൾ പറയുന്നത് 80 എന്നും 90-ന് 90 എന്നുമാണ്. 100-ന് നമ്മൾ പറയുന്നത് 100 എന്നാണ്. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും, ഞാൻ എന്തുകൊണ്ടാണ് 10ൻ്റെ മൾട്ടിപ്പിൾസ് പഠിപ്പിക്കുന്നത്, എന്തുകൊണ്ട് സീക്വൻഷ്യലായിട്ട് 20, 21, 22 അങ്ങനെ പഠിപ്പിക്കുന്നില്ല എന്നുള്ളത്. ഇത് ജർമ്മൻ്റെ നമ്പേഴ്സിൻ്റെ കേസിലുള്ള ഒരു ട്രിക്കി കോൺസെപ്റ്റ് കാരണമാണ്. ആ കോൺസെപ്റ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ജർമ്മനിൽ നമ്മൾ നമ്പേഴ്സ് പറയുമ്പോൾ എപ്പോഴും 1's പ്ലേസ് ആദ്യം പറഞ്ഞിട്ടാണ് 10's പ്ലേസിലുള്ള നമ്പർ പറയുക. കൺഫ്യൂസ്ഡ് ആയോ? ഞാനൊരു എക്സാമ്പിൾ പറയാം. 25, അതായത് 25 എന്നുള്ളത് നമ്മൾ ജർമ്മനിൽ പറയുമ്പോൾ 25 എന്നാണ് പറയുന്നത്. വേറൊരു എക്സാമ്പിൾ പറയാം. 37, 37 എന്നുള്ളത് നമ്മൾ ജർമ്മനിൽ പറയണമെങ്കിൽ 37 എന്നാണ് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ആദ്യം നമ്മൾ 1's പ്ലേസിലുള്ള നമ്പർ പറഞ്ഞിട്ടാണ് 10's പ്ലേസിലുള്ള നമ്പർ പറയുന്നത്. ഈ ഒരു ട്രിക്കി കോൺസെപ്റ്റ് പഠിക്കാനായിട്ടുള്ളൊരു മാർഗം നമുക്ക് നോക്കാം. 1's പ്ലേസിലുള്ള നമ്പേഴ്സ് നമുക്ക് ഒരു സൈഡിൽ എഴുതാം. 1, 2, 3, 4, 5, 6, 7, 8, 9. 10's പ്ലേസിലുള്ള നമ്പേഴ്സ് നമുക്ക് വേറൊരു സൈഡിലും ലിസ്റ്റ് ചെയ്യാം. നമുക്ക് 20 വെച്ച് തുടങ്ങാം. 20, 30, 40, 50, 60, 70, 80, 90. ഇനി ആൻഡ് എന്നർത്ഥം വരുന്ന ഉണ്ട് നമുക്ക് നടുക്ക് വെക്കാം. ഇനി നിങ്ങൾക്ക് 84 എന്നാണ് പറയേണ്ടതെങ്കിൽ നമ്മൾ 84 എന്നായിരിക്കും പറയുന്നത്. 37 ആണ് പറയേണ്ടതെങ്കിൽ 37. 99 ആണെങ്കിലോ 99 എന്നായിരിക്കും. ഒരു ചെറിയ എക്സെപ്ഷൻ വരുന്നത് 1 ഉള്ള നമ്പേഴ്സ് പറയുമ്പോഴാണ്. ഫോർ എക്സാമ്പിൾ 41-ന് നമ്മൾ പറയുന്നത് 41 എന്നാണ്. 41 എന്ന് പറയുമ്പോൾ 1-ലെ എസ് ആണ് നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്നത്.
അതുപോലെ 71 ആണെങ്കിൽ 71 എന്നായിരിക്കും. സോ ഈ ചാർട്ട് ഉപയോഗിച്ച് ഒരു മെന്റൽ മാപ്പ് ക്രിയേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് 1 തൊട്ട് 99 വരെയുള്ള നമ്പേഴ്സ് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൽ 500 ഫോളോവേഴ്സ് ഉണ്ടെന്നുള്ള കാര്യം എങ്ങനെ നിങ്ങളുടെ ജർമ്മൻ ഫ്രണ്ട്സിനോട് നിങ്ങൾ പറയും? Ich habe 500 ഫോളോവേഴ്സ് auf Instagram. ഇവിടെ 100-ന് അല്ലെങ്കിൽ 100-ന് നമ്മൾ ജർമ്മനിൽ 100 എന്നാണ് പറയുന്നത്, നമ്മൾ ഓൾറെഡി പഠിച്ചായിരുന്നു. 500 എങ്ങനെയാണ് നമ്മളിവിടെ പറഞ്ഞത് ശ്രദ്ധിച്ചോ? 500. അത് 100-ന്റെ മുമ്പിൽ ഒരു 5 പ്ലേസ് ചെയ്യാണ് ചെയ്തത്. ഇനി ഒരു ദിവസം ആ ഫോളോവേഴ്സിന്റെ കൗണ്ട് 500-ൽ നിന്ന് 1000 ഹിറ്റ് ചെയ്താലോ? ഇതെങ്ങനെയായിരിക്കും നിങ്ങളുടെ ജർമ്മൻ ഫ്രണ്ട്സിനോട് പറയാ? 1000-ന് ജർമ്മനിൽ 1000 തന്നെയാണ് പറയുന്നത്. 1000-നപ്പോൾ 1000 എന്നായിരിക്കും പറയുന്നത്. അപ്പോൾ ദ സെന്റൻസ് വിൽ ബി ich habe 1000 ഫോളോവേഴ്സ് auf Instagram എന്നായിരിക്കും. ഈ തൗസൻഡ്സിന്റെ കേസിലും ഇതുപോലെ തന്നെ 1 to 999 നമ്പേഴ്സ് നമുക്ക് 1000-ന്റെ മുന്നിൽ പ്ലേസ് ചെയ്യാം. 1000s ആണെങ്കിലും 10,000s ആണെങ്കിലും 100,000s ആണെങ്കിലും ഇതേ റൂളും ഇതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഇനി ഒരു എക്സാമ്പിൾ നോക്കാനാണെങ്കിൽ 789,000 ഇതെങ്ങനെ നമ്മൾ ജർമ്മനിൽ പറയും? 789,000 എന്നായിരിക്കും. ഇനി നാളെ നിങ്ങൾക്ക് ഒരു 10 ലക്ഷം രൂപയുടെ ലോട്ടറി അടിച്ചെന്ന് വിചാരിക്കുക. ഇതെങ്ങനെയായിരിക്കും നമ്മൾ ജർമ്മനിലെ ആൾക്കാരോട് പറയാ? Ich habe 1 Million Euro gewonnen എന്നായിരിക്കും. ഇനി നമുക്ക് പഠിച്ച നമ്പേഴ്സിന്റെ സമ്മറി ഒന്ന് നോക്കാം.